ഹലോ ഗായ്സ്, നമ്മൾ ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 5 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഒരു 5-6 ചെറിയുള്ളി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി കേട്ടോ. നമുക്ക് വെളുത്തുള്ളിക്ക് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. 3 അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളതിലേക്ക് ഒരു ചെറിയ തക്കാളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കാമുറി തേങ്ങയാണ് കേട്ടോ അതിൽ. അപ്പോൾ നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് ചുവന്ന കളറായി വരണം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തിക്ക്. അതുകൊണ്ടാണ് നമ്മൾ പുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ അത് നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് വറന്ന് വരുമ്പോൾ നമ്മളതിലേക്ക് ഉണക്കച്ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊരു പിടി ഉണക്കച്ചെമ്മീൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിൽ ചൂടൊക്കെ ആറി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് തന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.